شهر رمضان الذي أنزل فيه القرآن. അൽഹംദുലില്ലാ വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദ് വഅലാ അലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാബാദ്. പ്രിയമുള്ളവരെ, അബുൽ അബ്ബാസ് സഹ്ലുബ്നു സഅദ് അസാഇദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രകാരം കാണാം. ഒരിക്കൽ നബിയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹം നബിയോട് പറയുകയാണ്, ദുല്ലനി അല അമലിൻ ഇദാ അമിൽതുഹു അഹബ്ബനി അല്ലാഹു വ അഹബ്ബനി അന്നാസ്. നബി, അങ്ങ് എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. ഞാനത് ചെയ്താൽ അള്ളാഹുവിൻ്റെ ഇഷ്ടവും എനിക്ക് സമ്പാദിക്കാനാവണം, മനുഷ്യരുടെ ഇഷ്ടവും എനിക്ക് സമ്പാദിക്കാനാവണം. അങ്ങനെയുള്ളൊരു കാര്യം അങ്ങ് എനിക്ക് പറഞ്ഞു തരണം എന്നാണ് അദ്ദേഹം നബിയോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ഇഷ്ടവും അതോടൊപ്പം മനുഷ്യരുടെ ഇഷ്ടവും നേടിയെടുക്കാൻ സാധിക്കുന്ന അതുല്യമായ ഒരു വാചകം നബി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഏതൊരു വിശ്വാസിക്കും ജീവിതത്തിൽ ഈ ഒരു കാര്യം പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ അയാൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യരുടെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യമാണ്. നബി പറഞ്ഞു, ഇസ്ഹദ് ഫിദ്ദുന്യ യുഹിബ്ബുക്കല്ലാഹ്. ദുനിയാവിനെ സംബന്ധിച്ച്, ഈ ഐഹിക ലോകത്തെ സംബന്ധിച്ച് നീ എപ്പോഴും അതിൽ കിടന്ന് മെഴുകാതെ അതിനോടൊരു വിരക്തി കാണിച്ച് അതിൽ നിന്ന് മാറി നിന്നാൽ, അതിൽ സമ്പൂർണമായി അതിൽ ഊട്ടപ്പെട്ടവനായി മാറാതെ നീ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് ദുനിയാവിൽ നിന്നൊന്ന് മാറി നിന്ന് ജീവിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു ആത്മീയമായ ജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരാളും ഭൗതികമായ ജീവിതത്തിൽ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നോ ഭൗതികമായ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല മതം പറയുന്നത്. അതിനെല്ലാം ഒരു നിയതവും ഒരു നിയമവും ഒരു അതിർത്തിയും വെച്ച് അതിൽ മാത്രമായി മാറാതെ ആത്മീയമായ ജീവിതത്തിന് നീ പ്രാധാന്യം കൊടുത്താൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ നിനക്ക് സാധിക്കും. മനുഷ്യരുടെ ഇഷ്ടം എങ്ങനെയാണ് സമ്പാദിക്കുക? വളരെ ലളിതമാണ്. വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുക്കന്നാസ്. ജനങ്ങളുടെ കയ്യിലുള്ള കാര്യത്തിൽ നിന്ന് നീ വിരക്തി കാണിച്ചാൽ, ജനങ്ങളുടെ സമ്പത്തിൽ നിന്ന് നീ അതിനെ അമിതമായി ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് മാറി നിന്നാൽ യുഹിബ്ബുക്കന്നാസ്, ആളുകൾ നിന്നെ ഇഷ്ടപ്പെടും, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം എത്ര മഹത്തരമാണ്. ജനങ്ങളുടെ ഇഷ്ടം എന്താണ്? നേടിയെടുക്കാനുള്ള വഴി എന്താണ്? ആളുകളുടെ കയ്യിലുള്ള സ്വത്തിനെ, പണത്തെ എല്ലാത്തിനും മുകളിൽ സ്നേഹിക്കാനും അത് ആഗ്രഹിക്കാനും തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടായാൽ ആളുകൾ ഇഷ്ടപ്പെടുകയല്ല ചെയ്യുക, മറിച്ച് ആ പണം നേടിയെടുക്കുന്ന വഴിയിൽ നമുക്ക് ശത്രുക്കൾ കൂടും, നമ്മൾ ആളുകളുടെ മുഴുവൻ ശത്രുവായി മാറും, എതിരാളികളുണ്ടാകും, നമ്മളെ തകർക്കാനും തകർത്താനും ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. എന്നാൽ ആളുകളുടെ കയ്യിലുള്ള പണം എൻ്റേതാവണമെന്ന അമിതമായ മോഹത്തിൽ നിന്ന്, അമിതമായ ആഗ്രഹങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും തനിക്ക് വിധിച്ചത് തനിക്ക് ലഭിക്കുമെന്ന കൃത്യമായ ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്താൽ ആളുകളുടെ ഇഷ്ടം സമ്പാദിക്കാൻ സാധിക്കും. ആളുകൾ സ്വാഭാവികമായി നീതിയും നെറിയും ഹക്കും ബാത്തിലും സത്യസന്ധതയും ഉള്ള ആൾ എന്ന നിലക്ക് സ്വാഭാവികമായി നമ്മെ ഇഷ്ടപ്പെടാൻ തയ്യാറാകും. അപ്പോൾ നോക്കൂ, ഇതാണ് ഏറ്റവും ചെറിയ വാചകത്തിലൂടെ എല്ലാവരുടെ ഇഷ്ടവും സമ്പാദിക്കാനുള്ള വഴിയായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. അപ്പം അള്ളാഹുവിൻ്റെ ഇഷ്ടവും നേടിയെടുക്കുക, മനുഷ്യരുടെ ഇഷ്ടവും നേടിയെടുക്കുക എന്നതിൽ ആളുകളുടെ കയ്യിലുള്ളതിൽ നിന്നും ഭൗതികമായ ജീവിതത്തിൽ നിന്നും ഒരു അകൽച്ചയൊക്കെ പാലിച്ച് വിശുദ്ധമായ ആത്മീയമായ ജീവിതത്തിൻ്റെ വഴിയിലേക്ക് നാം നടന്നെടുക്കാൻ ശ്രമിച്ചാൽ എല്ലാ വിജയവും നേടിയെടുക്കാൻ സാധിക്കുമെന്ന വലിയൊരു തത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ആ തത്വത്തിലേക്ക് ജീവിതത്തെ ക്രമീകരിക്കാൻ വലിയ പ്രയത്നം ആവശ്യമാണ്. ആ പ്രയത്നം നിർവഹിക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുക. അള്ളാഹു നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ.